ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും പേർ വെളിപ്പെടുത്താത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരി കുടുംബവും ചേർന്നാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, ഈ പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥന വിഷയം തനിക്ക് ഡയബറ്റിക് അധികമാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് നോർമൽ ആകേണ്ടതിനായിട്ട് തൻ്റെ ഡയബറ്റിക് കൂടുന്ന സമയത്ത്, ഷുഗർ കൂടുന്ന സമയത്ത് തൻ്റെ കൈകാലുകൾ വലിയ ചൊറിച്ചിലാണ്. ആ കാലിലെ ചൊറിച്ചിൽ മാറേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ കാഴ്ച ഓരോ ദിവസവും മങ്ങിപ്പോവുകയാണ്. അതിനകത്തൊരു പൂർണ്ണ സൗഖ്യം തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും അല്ലെങ്കിൽ തനിക്ക് പൂർണ്ണമായി ബൈബിൾ വായിക്കാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം മടക്കി കൊടുക്കേണ്ടതിനായിട്ട്, കാഴ്ച മടക്കി കൊടുക്കാൻ കർത്താവേ, ഈ മകളുടെ ആഗ്രഹം ബൈബിൾ വായിക്കുവാനും അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ടും കാഴ്ച മടക്കി കൊടുക്കേണ്ടതിനായിട്ടാണ്. അതേപോലെ തന്നെ ഈ മകൾക്ക് തിമിരത്തിൻ്റെ പ്രശ്നമുണ്ട്. തിമിരത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം തന്നെ ആ തിമിരത്തിൻ്റെ ഡോക്ടറെ കാണിച്ച് ഓപ്പറേഷനൊന്നും കൂടെ നിൽക്കാൻ ആരുമില്ല. കർത്താവ് തന്നെ സഹായിക്കേണ്ടതിനായിട്ടും പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ തൻ്റെ മകളും കുടുംബവും ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നു. അവരെ ദൈവം കൂടുതൽ കരുതുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായിട്ടും പ്രത്യേകിച്ച് അടുത്തൊരു പ്രാർത്ഥന വിഷയം, തനിക്ക് കൂടെ ചുമയുടെ അസ്വസ്ഥതയുണ്ട്. ആ ചുമയുടെ ഭാരം പൂർണ്ണമായി മാറേണ്ടതിനായിട്ടും തൻ്റെ ശാരീരികമായിട്ടും മാനസികമായിട്ടും യേശു കർത്താവ് തന്നെ പൂർണ്ണമായി ബലപ്പെടുത്തേണ്ടതിനായിട്ടും നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നെ കാണുന്ന ഓരോ ദൈവമക്കളും ഇപ്പോൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. എന്നെ പല മീഡിയ മാർഗത്തിൽ ആയിരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആ മേഖലയിൽ ഹല്ലേലൂയ ഈ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കാരണം യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ മകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഖപക്ഷമില്ലാത്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതത്തെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിനകത്തും ദൈവപ്രവൃത്തി അയക്കും. എങ്കിൽ നമുക്ക് കണ്ണുകൾ നടക്കാം, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ വിശ്വസ്തത ഇപ്പോൾ നിങ്ങളിലേക്കും വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഈ പ്രിയ മാതാവിന് മാറ്റം വരും. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളത് കൊണ്ട് ഒരുമിച്ചൊന്ന് കണ്ണുകൾ നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രിയ മാതാവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഡയബറ്റിക് കൂടുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ചൊറിച്ചിൽ, കാഴ്ചക്കുറവ്, കർത്താവെ ഇതിനെ ഇപ്പോൾ അങ്ങ് തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരായ സൗഖ്യം ഇപ്പോൾ അങ്ങയുടെ മകളുടെ മേളിലേക്ക് റിലീസ് ആകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പാദപീഠത്തിലോട്ട് വന്നാൽ അവരെ അങ്ങ് കൈവിടത്തില്ലല്ലോ. ആ പാദപീഠത്തിലേക്ക് ഞാൻ ഈ വിഷയത്തെ വെക്കുകയാണ്. കർത്താവെ, അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം, അങ്ങ് സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഇതൊരു വലിയ സാക്ഷ്യമാക്കണമേ അപ്പാ. ഞാൻ ഈ പ്രാർത്ഥന മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ കരുതൽ ആ മകളുടെ മേളിലേക്ക് വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ആ തിമിരത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി വിടുവിക്കണമേ അപ്പാ. കണ്ണിൻ്റെ അസ്വസ്ഥതകളിൽ കർത്താവ് പൂർണ്ണമായി സൗഖ്യം കൊടുക്കേണ്ടതിനായിട്ട് തൻ്റെ ആഗ്രഹം പൂർണ്ണമായി ബൈബിൾ വായിക്കണം, ദൈവത്തെ ഹല്ലേലൂയ ആരാധിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹം കൊണ്ടുള്ള ഈ മാതാവിനെ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട്, കർത്താവ് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഈ മകളുടെ മേളിലേക്ക് വെളിപ്പെടുന്നതിനായിട്ട് തൻ്റെ മകളെ കുടുംബത്തെ ബാംഗ്ലൂരിലെ പട്ടണത്തിൽ ദൈവം മാനിക്കണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ, വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകളുടെ ശാരീരികമായി നിൽക്കുന്ന അസ്വസ്ഥത, ചുമയുടെ ഭാരം കർത്താവ് പൂർണ്ണമായി തൊട്ട് സൗഖ്യമാക്കണമേ അപ്പാ. ഞാൻ അങ്ങയുടെ കരത്തിലോട്ട് മുറ്റുമേൽപ്പിക്കുന്നു. ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഈ വിഷയത്തിനകത്തൊരു വലിയ മാറ്റം, ഈ വിഷയത്തിനകത്തൊരു വലിയ അത്ഭുതം കർത്താവെ തൃശ്ശൂരിൽ അങ്ങ് വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, ആ ഭവനം ദൈവപ്രവൃത്തിയിലേക്ക് കയറട്ടെ, ആ ഭവനം ദൈവത്തിൻ്റെ കരം കാണട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വരണം. ഒന്ന് കൊരിന്ത്യർ 10-ാം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. ഹല്ലേലൂയ. വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. അതിനകത്ത് പരീക്ഷയും നേരിടാത്ത പ്രശ്നങ്ങളൊന്നും ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ നടുവിൽ എൻ്റെ ദൈവത്തെ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത്. അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഒരു മുടി കറക്കുകയോ
വെളുക്കുകയോ അത് താഴെ വീഴുകയോ ചെയ്യണമെങ്കിൽ എൻ്റെ ദൈവം അറിയണം. ഹല്ലേലൂയ. ആ നിലയിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ആ രോഗത്തിൻ്റെ ഭാരത്തിൽ നിൽക്കുന്നവർ, ആ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, ജീവിതത്തിനകത്ത് അസമാധാനവും ശാരീരികമായ വലിയ പ്രശ്നങ്ങളും നേരിടുന്നവർ, ജോലിയിൽ മറ്റ് സാഹചര്യങ്ങളിലൊക്കെ വെല്ലുവിളി അനുഭവിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. ഒന്ന് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് ആരുടെയൊക്കെ മേളിൽ വിശ്വസ്തൻ്റെ കരം വരാൻ പോവുകയാണ്. ഇന്ന് വൈകിട്ട് ആരേക്കോ വിശ്വസ്തൻ്റെ വഴി കാണാൻ പോവുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നവരോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ അടങ്ങിയിരിക്കരുത്, നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒറ്റ രാത്രി കൊണ്ട് സ്ഥിതികളെ മാറുന്നത് പോലെ, ഒറ്റ രാത്രി കൊണ്ട് സഡനായി ചില വഴികൾ തുറക്കുന്നത് പോലെ ആർക്കൊക്കെയോ വേണ്ടി ഇന്ന് വൈകിട്ട് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, മനുഷ്യന് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും ഇത് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇന്ന് വൈകിട്ട് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ പരീക്ഷയോ ഹല്ലേലൂയ പ്രശ്നത്തോ ഒന്നുമല്ല ഇന്ന് വൈകിട്ട് ഉയർത്താൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ട് ഒരു പോക്കുവഴി വെളിപ്പെടാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. പോക്കുവഴി കാണാൻ പറ്റുന്നവര് അറിയാം, മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിക്കാത്തൊരു വഴി ഇന്ന് രാത്രിയിൽ വിശ്വസ്തൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. വിശ്വസ്തനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഞാൻ ഇങ്ങനെ എൻ്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഏത് വലിയ പ്രതികൂലത്തിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, നിങ്ങൾ ഉറച്ചു നിൽക്കാമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കാമെങ്കിൽ, ഹല്ലേലൂയ, ആ പ്രശ്നം 72 മണിക്കൂറിനുള്ളിൽ ആ പ്രശ്നത്തിന്റെ നടുവിൽ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണേ. ആ പ്രശ്നത്തിന്റെ നടുവിൽ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കും. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കും. ദൈവത്തെക്കുറിച്ചൊരു വാക്കൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. വേഗത്തിൽ, നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നവൻ്റെ സ്വഭാവം അവന് ത്യജിക്കുവാൻ കഴിയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ആരെങ്കിലുമൊക്കെ നിരാശപ്പെട്ടിട്ടുണ്ടാകാം, ഇന്ന് വൈകിട്ട് ആരെങ്കിലുമൊക്കെ ദൈവത്തോട് പെരുപ്പെടുത്തിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം. പക്ഷേ എൻ്റെ ദൈവം വിളിച്ചു പറയുന്നത്, ഞാൻ വാക്കുമാറത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ വഴിയിൽ തന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആരോടൊക്കെയോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ വൈകിട്ട് ആരൊക്കെയോ പോക്കുവഴി കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിരാശപ്പെടാതെ വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കാനും ദൈവത്തിന് മുമ്പാകെ ഒന്ന് നടക്കാനും പറ്റുന്നവരുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും പിറുപിറുക്കുന്നവരും ദൈവത്തെ തള്ളിപ്പറയുന്നവരും ഒക്കെ, പക്ഷേ അതിന് നടുവിലും ദൈവം വിളിച്ചു പറയുന്നു, നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ഞാൻ വിശ്വസ്തനായി പാർക്കുകയാണ്. ഇന്ന് വൈകിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഒറ്റ റീസണേ ഉള്ളൂ, എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. എൻ്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ആത്മാവിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഹല്ലേലൂയ. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല എന്ന് യാക്കോബ് വ്യക്തമായി വിളിച്ചു പറയുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അപ്പോൾ പ്രശ്നമില്ലെന്നോ പ്രതികൂലമില്ലെന്നോ അല്ല ഞാൻ ഈ വിളിച്ചു പറയുന്നത്. നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നവരാണെങ്കിൽ ഒരുമിച്ച് തിരിച്ചറിഞ്ഞോ. നിങ്ങൾ ഇന്ന് വൈകിട്ടും കണ്ട പ്രതിസന്ധി, ആ പ്രതികൂലത്തിന്റെ നടുവിൽ നീയും ഞാനും കാണാത്ത ഒരു വാതിൽ ദൈവം വെച്ചിട്ടുണ്ട്. അത് ഏതോ അടുത്ത മിനിറ്റിൽ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ദൈവത്തെ ഒന്ന് ആശ്രയിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആശ്രയിച്ചോ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവും ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ സ്നേഹിതനായിട്ടും ഇന്നും ഹല്ലേലൂയ ദൈവവചനത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വെളിപ്പെട്ട നിലയിൽ നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അബ്രഹാം കടന്നുപോയ പരീക്ഷകൾ വലുതാണ്, പക്ഷെ അതിനകത്തെല്ലാം വിശ്വസ്തനായ ദൈവത്തെ അനുസരിച്ചു. ഇന്ന് വൈകിട്ട് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കിയേ. അനുസരണം ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനപ്പുറത്തായി രാവിലെ വചനം വായിച്ചെന്നോ, 2 പ്രാവശ്യം കൈ ഉയർത്തി സ്തോത്രം ചെയ്തെന്നോ, അല്ലെങ്കിൽ ഹല്ലേലൂയ 1 പ്രാവശ്യം പാട്ടുപാടിയെന്നുള്ളതൊന്നോ അല്ല. അതിന് മുകളിൽ അനുസരണത്തിന് വലിപ്പമുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും വലിയ അനുസരണത്തിൽ തികഞ്ഞവൻ കർത്താവായ യേശു കർത്താവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ അവൻ കാൽവരി ക്രൂശോളം തന്നെത്താനെ താഴ്ത്തി ദൈവത്തിന് അനുസരണമുള്ളവനായി തീർന്നതാണ്. അതുകൊണ്ട് അവനെ ഏറ്റവും മേലെ കർത്താവ് ഉയർത്തി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫിലിപ്പിയർ ലേഖനം എഴുതിക്കുന്നത് എല്ലാ നാമത്തിനും മുകളിലുള്ള നാമം നൽകി. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അബ്രഹാം അനുസരിച്ചതുകൊണ്ട്. ഇന്ന് വൈകിട്ട് എത്ര പേർ വിളിച്ചു പറയും, ഞാൻ ഈ വചനം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ അനുസരിക്കണമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്നുകൂടെ വചനത്തിന്റെ മുമ്പിൽ അനുസരിക്കണമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ, ഒന്നുകൂടെ എൻ്റെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ ക്രമപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നവരുണ്ടെങ്കിൽ തീരുമാനിച്ചോ. അതായിരിക്കും നിന്നെ ഏറ്റവും കൂടുതൽ ഉയർത്താൻ പോകുന്നത്, അതായിരിക്കും നിന്നെ ഏറ്റവും കൂടുതൽ മാനിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കൈ ഉയർത്തി
ചെയ്തോ പ്രാർത്ഥിച്ചതോ ഇതിനൊക്കെ മുകളിൽ ഒരു അനുസരണത്തിന്റെ തലമുണ്ട് പ്രിയരെ. കർത്താവ് പറഞ്ഞതിനകത്ത് എത്രത്തോളം അനുസരണമുള്ളവരായി തീർന്നു എന്നുള്ളത് ഒന്ന് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ അബ്രഹാമിനെ പരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്. ഒന്നാമത്തെ വാക്യം പരീക്ഷയാണ്. രണ്ടാമത്തെ വാക്യം തുടങ്ങി തോസുട്ടിയർ ഒന്നുകൂടെ ഒന്ന് വായിക്കുന്നു, ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിനോട് ചിന്തിക്കുന്നതിന് മുകളിലായിട്ടൊരു വാക്ക് ദൈവം പറയാണ്. മൂന്നാമത്തെ വാക്യമാണ് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ അബ്രഹാം ദൈവത്തെ അനുസരിക്കുന്നതിന്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വേറെ ഒരാളോട് പോലും ഒരു വാക്ക് പറയാതെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ആദ്യകാലത്ത് എഴുന്നേറ്റു. ഹല്ലേലൂയ ഹല്ലേലൂയ 2 ബാല്യക്കാരെയും ഹല്ലേലൂയ തൻ്റെ മകനെ ഇസഹാക്കിനെ കൂട്ടി ഹോമയാഗത്തിലുള്ള വിറക് കീറിയെടുത്ത് കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എത്ര പേര് ഒരുമിച്ചൊന്ന് പറയും, കർത്താവേ നീ വിളിച്ചിറക്കിയതാണ്, സകലതിനെ വിട്ട് ഇറങ്ങിത്തിരിക്കാൻ പറഞ്ഞു, ഇപ്പോൾ ഇതാ തന്ന ഹല്ലേലൂയ ആ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറയുന്നു. ഇവിടെ എല്ലാം അനുസരണയുള്ള ഒരു അബ്രഹാമിനെ കാണുവാൻ കഴിയും. അടുത്ത വാക്യം ഇമ്പോർട്ടൻസ് ആണ്. അടുത്ത വാക്യം ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ആഴം ഇനി അങ്ങോട്ടൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഈ പദം ഒന്നുകൂടെ ഒന്ന് കയറി പറയട്ടെ. നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിന്റെ നടുവിലും, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതികൂലത്തിന്റെയും നടുവിൽ, അതൊരു ഷോർട്ട് പീരീഡ് ആണ്. ആ ഷോർട്ടായിട്ട് നിൽക്കുന്ന സമയത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തരായി തീരാമോ, എത്രത്തോളം അനുസരണമുള്ളവരായി തീരാമോ, അത് വേഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അനുസരണവും വിടുതലുമായി തീരും. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഈ വർഷം കണ്ട ഉയർന്ന തലത്തിനകത്ത് ഏറ്റവും വലിയ ഒരു കാഴ്ച, ഞാൻ കർത്താവിന്റെ മുമ്പിൽ ഏതെല്ലാം വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം 50-60 മണിക്കൂറിനുള്ളിൽ കർത്താവ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓരോ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ഏത് പ്രശ്നത്തിന്റെ നടുവിലും നീ ചില മണിക്കൂറുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ആ വിഷയത്തിനകത്ത് ദൈവം മറുപടി പറയുന്നത് കാണാൻ കഴിയും. അബ്രഹാമിനോട് ഒരു വലിയ പരീക്ഷയ്ക്കായിട്ട്, അല്ലെങ്കിൽ ഹല്ലേലൂയ പരീക്ഷയോടുകൂടെ ഒരു പ്രൊമോഷൻ ഉണ്ട് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഇപ്പോൾ മെയിൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം ജീവിതത്തിനകത്ത് ഇപ്പോൾ ആനുവൽ എക്സാം നടക്കുന്നു. ആ ആനുവൽ എക്സാം കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയും ഒരു റിസൾട്ടും വരുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഹല്ലേലൂയ അപ്ഗ്രഡേഷൻ ആണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടും ഏതെങ്കിലും ഉയർന്ന നിലകളിൽ പ്രശ്നമോ പ്രതികൂലമോ കാണുമ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പറ്റിച്ചേർന്നിരിക്കുന്നവനെ ദൈവം മാനിക്കുകയും ഉയർത്തുകയും ചെയ്യും. അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാമിനെ അടുത്ത തലത്തിലോട്ട് ദൈവം കൊണ്ടുപോവുകയും തലമുറയോടുള്ള വാഗ്ദത്തം വെളിപ്പെടുകയും ചെയ്യുന്നത് ഈ 22-ാം അധ്യായത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ 3-ാമത്തെ ദിവസം അബ്രഹാം ദൂരത്ത് നിന്ന് ഹല്ലേലൂയ ആ സ്ഥലം കണ്ടു. ഹല്ലേലൂയ. 3-ാമത്തെ ദിവസം നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിനകത്തേക്ക് നിങ്ങൾ ഓടി വന്നാട്ടെ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇതാ മൊർദെഖായി സംഭവിച്ചറിഞ്ഞു. കാരണം യഹൂദ വംശത്തെ മുഴുവൻ ശത്രു നശിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്ന് മൊർദെഖായി അറിഞ്ഞു. ഹല്ലേലൂയ. ഇതാ മൊർദെഖായി നിലവിളിക്കുകയാണ്. ആ സമയത്ത് തന്നെ മൊർദെഖായി ആളെ അയക്കുകയാണ്. ഹല്ലേലൂയ എസ്തേറിന്റെ അടുക്കലേക്ക്. 14-ാമത്തെ വാക്യം ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ വായിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കരുത്. ഇത് നിനക്ക് വേണ്ടിയുള്ള സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഴം. ഹല്ലേലൂയ. അതിന്റെ 16-ാമത്തെ വാക്യമാണ്. 16-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. 72 മണിക്കൂറിന്റെ കണക്കാണ് ഇവിടെയും കാണുന്നത്. ഹല്ലേലൂയ. ഒരു വലിയ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇതാ ഹാമാൻ ഏറ്റവും വലിയ തൂക്കുകയറ് മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഞാൻ ഇങ്ങനൊരു പദം എപ്പോഴും പറയാറുണ്ട്. ഇന്ന് വൈകിട്ട് അത് വീണ്ടും കയറി പറയുകയാണ്. ഹല്ലേലൂയ. തൂക്കുകയറും വിധിയൊക്കെ മനുഷ്യന് പുറപ്പെടുവിക്കാൻ കഴിയും. പക്ഷേ ആ തൂക്കിൽ ആര് കയറണമെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇന്ന് വൈകിട്ടും ബാങ്ക് നോട്ടീസിൽ പേടിച്ച് നിൽക്കുന്നവരുണ്ട്. ഇന്ന് വൈകിട്ടും മെഡിക്കൽ ഡോക്ടർ പറഞ്ഞ ആ വാർത്ത കേട്ട് സ്തംഭിച്ച് നിൽക്കുന്നവരുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളും ഞാനും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ആദ്യനും അന്ത്യനും. അവനൊന്ന് നോക്കിയാൽ, അവനൊന്ന് തൊട്ടാൽ, അവനൊരു വാക്ക് പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് നിന്റെ സ്ഥിതി മാറുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പ്രവാചകൻ വന്ന് പറഞ്ഞു, ഹിസ്കിയാവിനോട് നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തണം, നീ മരിച്ചു പോകും നിശ്ചയം. ഹല്ലേലൂയ. എന്നാൽ വചനം വിളിച്ചു പറയുന്നു, ആ കണ്ണുനീരിന്റെ നടുവിൽ മനസ്സലിയുന്ന ദൈവം ഹിസ്കിയാവിന് 15 വർഷം വീണ്ടും ഇതാ അവന്റെ ജീവിതത്തിൽ നീട്ടിക്കൊടുക്കുകയാണ്. ഇന്ന് വൈകിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവമാണ് ആദ്യനും അന്ത്യനും. എൻ്റെ കൂടെ ഒന്ന് ചേർന്നുകൊണ്ട് സ്വീകരിച്ചാട്ടെ. ഇന്ന് വൈകിട്ട് ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മേഖലകളിലെല്ലാം
അടുത്ത മണിക്കൂറിലെ പ്രാർത്ഥനയിൽ ഒരു തിരിവ് സംഭവിക്കുകയാണ്. അടുത്ത മണിക്കൂറിലെ പ്രാർത്ഥനയിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കുകയാണ്. എൻ്റെ കൂടെ ഒന്ന് ചലിക്കാൻ പറ്റുന്നൊരു മുഴുവൻ ചലിച്ചോ, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ പ്രാർത്ഥിച്ചോ. ഒരസാധാരണ വിടുതൽ സംഭവിക്കുന്നു, ഒരസാധാരണ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. ഉടമന മനമന ഘടക ശന്ധര മനമന മന ഘടക സന്ധാര ചേർന്നുകൊണ്ട് കർത്താവിനെ ആഴമായി വിളിക്കാൻ പറ്റുന്നു, ആഴമായി സ്തുതിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. ഇതാ എസ്തേറിന്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 3 ദിവസം അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ഹല്ലേലൂയ സമയത്തിന് മുമ്പേ അറിയാം എസ്തേർ രാജാവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. അറിയാം വാക്യം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ. ഇന്ന് വൈകിട്ട് ഞാൻ ആരോടൊക്കെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ, പ്രശ്നത്തിന്റെ നടുവിൽ, ആ ഷോർട്ട് പീരീഡിൽ നിങ്ങൾ ദൈവത്തെ വിളിക്കാവുന്ന എത്രത്തോളം വിളിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കണം. നിന്റെ ജീവിതത്തിനകത്ത് അത് നന്മയ്ക്കായി തീരാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിനകത്ത് അത് നന്മയ്ക്കായി തീരാൻ തുടങ്ങും. ദൈവം അത് അനുവദിച്ചു എന്ന് മനസ്സിലാക്കുന്നവർ അറിയാം. ജോലിയിലെ പ്രശ്നം, ആ ഹല്ലേലൂയ വീട്ടിലെ പ്രശ്നം, ആ കുടുംബ പ്രശ്നം, ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ തലമുറയുടെ വിഷയം, ആ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത് അനുവദിച്ച ദൈവം അതിൽ നിന്ന് എന്തോ ഒരു ഭയങ്കര കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. അറിയാം അത് ആഗ്രഹിക്കുന്ന, അത് തിരിച്ചറിയുന്നവർ ഇന്ന് വൈകിട്ട് ഏകാഗ്രഹത്തോടെ ദൈവത്തിലേക്ക് തിരിയാൻ പറ്റുമെങ്കിൽ തിരിയണം. അടുത്ത മണിക്കൂറിൽ ആ പ്രശ്നത്തിന്റെ വലിപ്പമല്ല നീ കാണാൻ പോകുന്നത്, നീ വിളിക്കുന്ന ദൈവത്തിന്റെ കരം നീ കാണാൻ പോകുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വാതിൽ തുറക്കുന്നതും അനുഗ്രഹത്തിനും കുറുക്കു വഴികളില്ല പ്രിയരെ. ദൈവം തുറന്നാലേ അത് തുറന്നെന്ന് പറയാൻ കഴിയത്തുള്ളൂ. ദൈവം തൊട്ടാലേ അത് തൊട്ടെന്ന് പറയാൻ കഴിയത്തുള്ളൂ. ദൈവം സൗഖ്യമാക്കിയെങ്കിലേ സൗഖ്യമാക്കിയെന്ന് പറയാൻ കഴിയത്തുള്ളൂ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ കൂട്ടായ്മ ദൈവത്തെ ഉയർത്തുന്നതാണ്. ഇന്ന് വൈകിട്ടും ആരോടൊക്കെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അറിയാം കുറുക്കു വഴിയില്ലാത്തത് കൊണ്ട് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റുന്നവർ മുഴുവൻ ദൈവത്തെ ആശ്രയിക്കുവാൻ തയ്യാറാകുക. ഇന്ന് വൈകിട്ട് നീ പ്രശ്നത്തിൽ അവസാനിക്കുകയല്ല, അടുത്ത മിനിറ്റിൽ നിനക്ക് വേണ്ടി ഒരു ഭയങ്കര വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് ആരൊക്കെയോ തീരുമാനത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അറിയാം നിന്റെ തീരുമാനത്തിനകത്ത് ദൈവത്തോടെ എത്രത്തോളം ചേർന്ന് നിൽക്കുക, ആരൊക്കെയോ ദൈവ പ്രവർത്തികൾ കാണാൻ തുടങ്ങുകയാണ്. അറിയാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ടും ദൈവത്തിന്റെ ചലനം നീ കാണാൻ പോകുന്നു. ഉടമന മനമന ഘടക ശധര മനമന ഘടക. ഞാൻ ഇതിനകത്ത് ഹല്ലേലൂയ അജി അടൂറിനോട് കർത്താവ് പറയുന്നു, ഈ ആഴ്ച തന്നെ ഒരു വിടുതൽ പ്രതീക്ഷിക്കണം, ഈ ആഴ്ച തന്നെ ഒരു വഴിത്തിരിവ് കാണാൻ ആഗ്രഹിക്കണം. കർത്താവ് തലമുറയുടെ മേലും നിങ്ങളുടെ മേലും ഒരു അസാധാരണ വിടുതൽ അയക്കുകയാണ്. 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹല്ലേലൂയ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഒരു ഭയങ്കര നിയമം തിരിയുന്നത് പോലെ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചു. അടുത്ത വാക്യം കൂടെ. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ഒരു 3-ാം ദിവസം 72-ാമത്തെ മണിക്കൂർ കണ്ടു. അബ്രഹാം പരീക്ഷപ്പെടുന്ന അനുഭവത്തിനകത്ത് 3-ാം ദിവസം അതിരാവിലെ അവൻ കണ്ടു ദൂരത്ത് നിന്ന് ദൈവം പറഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഇതാ അബ്രഹാമും മകനും കയറുകയാണ്. ആ കയറുന്ന സമയത്ത് മകൻ അബ്രഹാമിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം വിശ്വാസത്താൽ അബ്രഹാം വിളിച്ചു പറയുന്നു, യഹോവ കരുതിക്കൊള്ളും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എല്ലാ വഴികളും അടഞ്ഞ് ഇനി മാർഗമില്ലെന്ന് പറയുന്ന ആരെങ്കിലും വരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോടും പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, വിശ്വാസത്തിന്റെ വാക്ക് പറ. നിന്റെ ദൈവം വിശ്വാസത്തിന്റെ നായകനാണ്. നിന്റെ ദൈവം വിശ്വാസത്തിന്റെ മുകളിൽ നിൽക്കുന്നവനാണ്. ഇന്ന് വൈകിട്ടും സാഹചര്യമില്ലെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നവന് വേണ്ടി ഒരു അസാധാരണ വിടുതൽ ദൈവം കൊണ്ടുവരികയാണ്. ഉടമന മനമന ഘടക ശധര മനമന ഘടക സംഭാര ആത്മാവിൽ അറിയാം ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെടുമ്പോൾ അറിയാം ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചിറക്കി 3-ാം ദിവസമാണ് അവർ ചെങ്കടലിന് മുമ്പിൽ വരുന്നത്. അറിയാം 3-ാം ദിവസം അവർ ചെങ്കടലിന് മുമ്പിൽ വരുമ്പോൾ 30 ലക്ഷം മുകളിൽ നിൽക്കുന്നവർ പിറുപിറുക്കുകയാണ്, ഞങ്ങൾക്ക് വഴിയില്ല, ഞങ്ങൾക്ക് അവിടെ മരിച്ചാൽ മതിയായിരുന്നു. ഈ നിലകളിൽ നിൽക്കുമ്പോഴും വിശ്വാസത്തിൽ വിളിച്ചിറക്കിയ ദൈവത്തെ അവർ അവിശ്വാസത്തിൽ കാണുമ്പോൾ അറിയാം മോശ വിളിച്ചു പറയുന്നു, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. 3-ാമത്തെ ദിവസവും ആരെങ്കിലും അറിയാം വിശ്വാസത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തിൽ കാണുക, നിന്റെ മുമ്പിൽ ഇതാ ചെങ്കടൽ തുറന്നു വരികയാണ്. നിന്റെ മുമ്പിൽ ഇതുവരെയും വഴിയില്ലാത്തടത്തൊരു വഴി തുറന്നു വരികയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അറിയാം നിനക്ക് മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഭയങ്കര കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ഇതിനകത്തൊക്കെ ഒന്ന് ആഴമായി പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിനകത്തോട്ടാണ് വരുന്നത്. ആഴമായി പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചോണം. നിന്റെ ദൈവം ഹല്ലേലൂയ അറിയാം ചെകിടനല്ല, കാഴ്ചയില്ലാത്ത കുരുടനല്ല. എൻ്റെ ദൈവം നീ അവിടെ വരുമെന്നും നീ ആ വിഷയത്തിനകത്ത് ഭാരപ്പെടുമെന്നും അറിയാവുന്നത് കൊണ്ട് നിന്റെ പ്രതികൂലത്തിന് മുമ്പേ, ശത്രു ചലിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൈവം പ്രവർത്തിക്കുകയാണ്.
എൻ്റെ ദൈവം പ്രവർത്തിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. വസ്തിയായിരുന്നു ആ ദേശത്തിലെ രാജ്ഞി. എന്നാൽ വസ്തിയെ ദൈവം തെള്ളിയിട്ട് എസ്തേറിനെ കൊണ്ടുവരികയാണ്. അപ്പനും അമ്മയും ഇല്ലാത്തവളെ കൊണ്ടുവരിക. എന്തിനെന്നറിയാമോ? അതിനും 6 വർഷങ്ങൾ കഴിയുമ്പോൾ ഹാമാൻ എഴുന്നേൽക്കും എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീയും നിന്റെ കുടുംബവും ഇന്ന് കാണുന്ന പ്രതികൂലങ്ങൾക്കും അപ്പുറത്തായി കരുതലുകൾ വർഷങ്ങൾക്ക് മുമ്പേ വെളിപ്പെട്ട് നിൽക്കുകയാണ്. കരുതലുകൾ വർഷങ്ങൾക്ക് മുമ്പേ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ഇസ്രായേൽ മക്കളെ, നിങ്ങളുടെ മേലിൽ കിടക്കുന്ന വാഗ്ദത്തം ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. ദൈവം 430 വർഷം കഴിയുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ തന്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുവരുന്നു. ചെങ്കടലിന് മുമ്പിൽ അവർ വരുമെന്നുള്ളതും വ്യക്തമാണ്. ചെങ്കടലിൽ അവർ കാണാത്ത ഒരു വഴി അവരുടെ നടുവിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് സ്വീകരിക്കണം. ഞാൻ അടുത്ത ഭാഗം ശ്രദ്ധിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാം ഇതാ ദൂരത്തു നിന്ന് മല കണ്ടു. ദൈവം പറഞ്ഞ സ്ഥലം കണ്ടു. ഇതാ അബ്രഹാമും മകനും മോരിയ മലയുടെ മുകളിലോട്ട് കയറുകയാണ്. ആ കയറുന്ന സമയം മുതൽ 22-ാം അധ്യായം അതിന്റെ 10, 11, 11-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഈ ദൂതിന്റെ ആഴം ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. അബ്രഹാമും മകനും ആ മല കയറുമ്പോൾ ആട്ടുകൊറ്റനെ അവർ കണ്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് വൈകിട്ടും പ്രതിസന്ധിയുടെ മുമ്പിൽ വാതിലടഞ്ഞതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം വിളിച്ചു പറയുന്നു, നീ ഒന്നുകൂടെ ഉറച്ചു നിൽക്കുക, ഒന്നുകൂടെ ഉറച്ചു നിൽക്കുക. ഒരു ഷോർട്ട് പീരീഡിന് ശേഷം എന്റെ കരുതൽ ഇതാ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ശത്രു വാദിക്കുന്നതിന്റെ നടുവിൽ നീ ദൈവത്തെ തള്ളി പറയാതെ ഒന്ന് ഉറച്ചു നിൽക്കാമെങ്കിൽ ഉറച്ചു നിൽക്കുക. ദൈവം തുറക്കും, ദൈവം ചലിക്കും. ഹല്ലേലൂയ. ഏറ്റവും വലിയ ആഴം ഞാൻ ഇതിനകത്ത് കണ്ടത് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. ഹല്ലേലൂയ. ആട്ടുകൊറ്റന്റെ കൊമ്പ് കാട്ടിന്മേൽ, ഹല്ലേലൂയ, ജനിച്ച ആട്ടുകുട്ടിയല്ല ഇട്ടേക്കുന്നത്. ഹല്ലേലൂയ. കൊമ്പ് കാട്ടിൽ കുരുങ്ങി അത്രത്തോളം വലിപ്പമുള്ള ഒരു ആട്ടുകൊറ്റനെയാണ് ഹല്ലേലൂയ യാഗത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അബ്രഹാമിന്റെ ആഴം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ. ഇതിനു മുമ്പേ അബ്രഹാം യാഗം കഴിച്ചിട്ടുള്ളതാണ്. 15-ാം അധ്യായം, ഹല്ലേലൂയ, ആ 15-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 9-ാമത്തെ വാക്യം അവൻ അവരോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാട്ടിനെയും 3 വയസ്സുള്ള ഒരു കൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഹല്ലേലൂയ കരുതിക്കൊണ്ട് വരണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യാഗത്തിന് വേണ്ടി ദൈവം മുമ്പേ അബ്രഹാമിനോട് പറഞ്ഞത് 3 വയസ്സുള്ളതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആടിന്റെ പ്രത്യേകതകൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞോ. ജനിക്കുന്ന സമയത്ത് അതിന് കൊമ്പ് വരത്തില്ല. ചില മാസങ്ങൾ, ചില വർഷങ്ങൾ കഴിയുമ്പോഴാണ് വലിയ കൊമ്പായി അത് വെളിപ്പെടുന്നത്. ഇതാ കൊമ്പ് കാട്ടിൽ കുരുങ്ങി കിടക്കുകയെന്നാണ് പറയുന്നത്. നിങ്ങൾ ആടിനെ കണ്ടിട്ടുള്ളവരും ആടിനെ അറിയാം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ വീട്ടിൽ ഒത്തിരി ആട്ടുകുട്ടികൾ ഉണ്ടായിരുന്നു. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഒരു ചെറിയ കുരുക്കിലോ ഒരു ചെറിയ പ്രശ്നത്തിലോ ആട് വീണാൽ അത് അവിടെ കിടന്ന് ഞരങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അബ്രഹാം മകനും ആ മല കയറുമ്പോൾ കൊറ്റൻ ഹല്ലേലൂയ തല കൊമ്പിൽ കുരുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ അവരത് കണ്ടില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, കൊമ്പ് കുരുങ്ങിക്കിടക്കുകയാണ്, അത് എങ്ങനെയും ഇളക്കാൻ നോക്കും, അത് അവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കും, അത് അവിടെ കിടന്ന് ഇളക്കമുണ്ടാക്കും. പക്ഷെ അബ്രഹാമോ ഇസഹാക്കോ കണ്ടില്ല. 3 വർഷത്തിന് മുമ്പേ ദൈവത്തിന്റെ കരുതൽ അബ്രഹാമിന് വേണ്ടി വെളിപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഇന്ന് വൈകിട്ട് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, നീ അനുഭവിക്കുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ എന്റെ ദൈവം വർഷങ്ങൾക്ക് മുമ്പേ, നീ ദൈവ വൈതലാണെങ്കിൽ, നീ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, നീ സ്നാനപ്പെട്ടവനാണെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ എന്റെ ദൈവത്തിന്റെ കരുതൽ നിന്നെ ചുറ്റി നിൽക്കുകയാണ്. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് വൈകിട്ട് നിന്റെ വീട്ടിനകത്ത് ആ കരുതൽ തുറക്കാൻ പോവുകയാണ്. ആ കരുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആ പോക്ക് വഴി നീ കാണാൻ പോവുകയാണ്. കരമടിച്ച് സ്വീകരിക്കാൻ പറ്റുന്നവർ മുഴുവൻ അബ്രഹാമിനോട് ദൈവത്തിന് പറയാനുണ്ട്. ഹല്ലേലൂയ. നീ അത് ചെയ്യാൻ മടിക്കാത്തവനായതുകൊണ്ട് എനിക്ക് നിന്നോട് ചില വാഗ്ദത്തങ്ങളുണ്ട്, അത് തുറക്കാൻ പോയി. 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന്റെ പോളിസി ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കരം ഉയർത്തിക്കുക. കണ്ട പ്രതികൂലത്തിനകത്ത് ദൈവത്തെ ഉറപ്പിച്ച് ദൈവത്തിന് വേണ്ടി തള്ളിപ്പറയാതെ നിൽക്കുന്നതിനോട് ദൈവത്തിന് പറയാനുണ്ട്, നീ അവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയല്ല, നിനക്ക് അടുത്തൊരു പ്രൊമോഷൻ വരാൻ പോവുകയാണ്. എൻ്റെ ദൈവം അതോടെ അബ്രഹാമിനോട് പറയാം, നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിന്റെ നക്ഷത്രം പോലെ. ഒറ്റ മോനും രണ്ടാഴ്ച ഞാൻ വളരെ പ്രതികൂലങ്ങളിലായിരുന്നു. അന്നേരം ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് എനിക്കൊരു പനി വന്നിട്ട് തല കറക്കവും അതുപോലെ തന്നെ എൻ്റെ വലത്തിലെ കണ്ണ് സ്റ്റക്കായതുപോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. പക്ഷെ ആ കണ്ണിന് എന്തോ ഒരു വല്ലാത്തൊരു അനുഭവം. പാസ്റ്ററെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം ഒരാഴ്ച 2-3 ദിവസം ഞാൻ മൊത്തം കിടപ്പായിരുന്നു.
പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥന ശേഷം ഞാൻ എണീറ്റത്. അത് പനിയെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു 2-2.5 ആഴ്ച നിൽക്കുന്നോളം പനി. പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ച് ഇപ്പം ENT ഒക്കെ തല മൊത്തം വേദന എന്തോ ഞാൻ ചെയ്താണ്ട് ഒരു വല്ലാത്ത അസുഖം പോലെ. എങ്കിൽ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉറച്ച്. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുടെ എൻ്റെ ദൈവം എന്നെ കടത്തി വിട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം ഇപ്പം മോള് പറഞ്ഞതുപോലെ ഈ ചർച്ചിൽ വന്ന് ഇത്രയും നല്ലൊരു ദൈവദാസനെ ദൈവം നമുക്ക് തന്നതിനായി ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ കർത്താവ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ ഈ കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ തലകറക്കം പൂർണ്ണമായിട്ട് മാറി. മറ്റേ എനിക്ക് ഇച്ചിരി പോലും സ്റ്റെപ്പ് വെക്കാൻ പറ്റത്തില്ല തലകറക്കം കാരണം. അതുപോലെ എൻ്റെ കണ്ണിന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറയും ഇത് അത്ഭുതമാണെന്നാണ് പറയുക. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് അടിച്ച് പോകേണ്ടടുത്ത് ചെറിയൊരു ഞരമ്പ് മാത്രം സ്റ്റക്കായി നിൽപ്പുണ്ട്, അതങ്ങ് മാറും. കർത്താവ് പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത. ഇപ്പം എൻ്റെ മോള് പറഞ്ഞതുപോലെ ഏതൊരു വിഷയവും നമ്മൾ പാസ്റ്ററുടെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നത് പോലെ ദൈവദാസന്റെ കരങ്ങളിൽ കൊടുത്താൽ നമുക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ 14 വർഷം 15 വർഷം ഞാനൊരു വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇതുപോലൊരു ദൈവദാസനെ കണ്ടിട്ടില്ല. കർത്താവിൻ്റെ വലിയൊരു നമുക്ക് തന്ന ഞാൻ കോടാനുകോടി നന്ദി പറയും. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് നന്മ ഈ ചർച്ച പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്മ എൻ്റെ ദൈവം ചെയ്തതിനായി സ്വതന്ത്രം. ദൈവം ഇനിയും വളരെയേറെ കർത്താവെ ദൈവദാസനെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവർ വിവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ വലിയ കരം വെളിപ്പെടുത്തണമേ അപ്പ. ഞങ്ങളുടെ സൗഖ്യം, ഞങ്ങളുടെ വിടുതൽ അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അത്ഭുതം വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കർത്താവെ എന്നെ കാണുന്ന ഓരോ മക്കളുടെ മേളിലേക്കും വെളിപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. സജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതൽ ഈ മകൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിലേക്ക് മടങ്ങി വരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ തന്നെ അലന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. പ്രത്യേകിച്ച് ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അപ്പൻ്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു തമ്പുരാനെ. ഞങ്ങളുടെ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുക തമ്പുരാനെ. അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി യേശുവേ. അങ്ങയുടെ തിരുസാന്നിധ്യം വെളിപ്പെടുത്തണമേ അപ്പ. അപ്പാ, അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ അപ്പ. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ലിസി എന്ന് കാണിക്കുന്ന സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ മകളെ കൂടെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്ലെങ്കിൽ അനിൽ ബ്രദറിനെ കൂടെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. തമ്പുരാൻ്റെ കരം വെളിപ്പെടുത്തിയതിനായി നന്ദി കർത്താവെ. ഒരിക്കൽ കൂടെ കർത്താവെ എന്നെ കാണുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ വേഗത്തിൽ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ വെളിപ്പെട്ട് വരട്ടെ. ദൈവം നിങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ദൈവത്തിൻ്റെ തേജസ്സിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ ഈ എപ്പിസോഡുകൾ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമേ. എല്ലാ നിലയിലും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ. ഇതിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ആമേൻ.